ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. പതിവിലും നേരത്തെ ഞാൻ ഇന്ന് എഴുന്നേറ്റു. അലാറമൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. കാരണം രാവിലെ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോള് മാളുക്കുട്ടിയുടെ ചെക്കൻ വീട് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല. 10-15 പേരാണെന്ന് തോന്നുന്നു. അവിടെ വരെ പോവാണ്. അത് കൊല്ലമാണ്. അപ്പോൾ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. മാമനും ഉണ്ട്. ഒരു കുട്ടോ വരുന്നില്ലേ അമ്മയുടെ കൂടെ? ഇങ്ങോട്ട് പോകാൻ വരുന്നില്ലേ? എഴുന്നേക്ക് പല്ല്. സൺഡേ സ്കൂളിൻ്റെ പുസ്തകം എടുത്തു. കുക്കു കുറച്ച് ചോദ്യം ചോദിച്ചിട്ട് വിടും. എഴുന്നേക്ക്. വാ. ഇന്ന് അവിടുത്തെ വരുമ്പോൾ ബ്രഷ് മേടിച്ചു അടപ്പുള്ള ബ്രഷ്. പ്രാർത്ഥിച്ചിട്ടിങ്ങ് വേണമെന്ന്. മോനുകുട്ടനും മുത്തും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ എനിക്കൊരു ശകലം പോലും ആഗ്രഹമില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, എൻ്റെ കാൽ രണ്ടും വേദനയായിരുന്നു. ഒന്ന് മുറിഞ്ഞ് വേദന, ഒന്ന് മുട്ട് ഉളുക്കിയ പോലെ വേദന. അതുകൊണ്ട് ബസ്സിൽ കയറി വരാൻ എനിക്ക് വയ്യ എന്നുള്ളത് ഞാൻ സുചേച്ചിയോട് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ മോനുകുട്ടൻ്റെ സൺഡേ സ്കൂളിന് വാർഷിക പരീക്ഷ ആയതുകൊണ്ട് മോനുകുട്ടനെ കൊണ്ടുപോകാത്തത്. അപ്പോൾ ഞാനും മോനുകുട്ടനും കൂടെ ഇറങ്ങി കൂക്കൂൻ്റെ അടുക്കലോട്ട് മോനുകുട്ടനെ ആക്കിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോരുന്നത്. 2 വീലറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വീലർ എടുത്തുകൊണ്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മാമന് വേറെ ഒരു കാർ എടുത്തിട്ട് വന്നു. അത്രയും ദൂരം മാമന് 2 വീലർ ഓടിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും മാമനും കൂടി അങ്ങോട്ട് പോവാണ്. മോനുകുട്ടനെ കൂക്കൂൻ്റെ അടുക്കലോട്ട് വിട്ടു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുക്കി പള്ളിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഷിക പരീക്ഷ ആയതുകൊണ്ട് അത് നമ്മൾ മിസ്സാക്കിയാൽ അടുത്ത വർഷവും മോനുകുട്ടൻ 2ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് 2 വീലറിൽ പോവുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഛർദിലിനുള്ള ഗുളികയൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോഴത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇടങ്ങേറായി. പിന്നെ അതാ ഇവിടെ വന്നൊരു മെഡിക്കൽ ഷോപ്പ് കണ്ടപ്പം മരുന്നൊക്കെ വാങ്ങിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ വന്ന് ഹരിപ്പാട് ആയാറമ്പ് അടുത്തപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് മരുന്നൊക്കെ മേടിച്ചു. പിന്നെ ഇങ്ങ് എത്തി, സുചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലാത്ത ഒരു പുതിയ സാധനമാണിത്. TV സ്റ്റാൻഡാണ് സുചേച്ചി ഓൺലൈനിൽ മേടിച്ചത് കേട്ടോ. അതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങ് എത്തിയേ. എനിക്കാണെങ്കിൽ തലവേദനയോ ഛർദ്ദിക്കാൻ വരുമോ ആകപ്പാടെ അങ്ങ് വല്ലാത്തൊരവസ്ഥയായി പോയി. പിന്നെ ഇവിടെ ദേ ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് 3 പേരും മുഖം തരാതെ നിൽക്കുവാണ് കണ്ടോ. ഇത്രയും നാണം കുണുങ്ങികളുണ്ടോ എൻ്റെ ഈശ്വരാ, എനിക്കറിയത്തില്ല. കൊച്ചുങ്ങളെക്കാട്ടി നാണമാണ് അമ്മയ്ക്ക്. അപ്പം രാവിലെ കുളിച്ച് ജപിച്ചൊക്കെ നിൽക്കുവാണ്. ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി സാമ്പാറും രാവിലെ കഴിക്കാനുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഗുളികകളൊക്കെ മേടിച്ചത് കൊണ്ട് രാവിലെ 2 കുഞ്ഞിഡലി അങ്ങ് ഷാപ്പിടാമെന്ന് വിചാരിച്ചു. ഷാപ്പിടാതിരുന്നാലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ഞാൻ 2 ഇഡലി കഴിച്ചു, ചായയും കുടിച്ചു. ഷാജിയണ്ണും അപ്പോഴാണ് കഴിച്ചത്. ഞാൻ കഴിച്ചു കഴിഞ്ഞ് മരുന്നൊക്കെ എടുത്ത് അങ്ങ് വിഴുങ്ങി. ഇനി എന്തായാലും അങ്ങോട്ട് പോകണേലും നമ്മളിപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുക്കണമല്ലോ. അതുകൊണ്ട്
നിന്റെ കല്യാണം ഇത് ചെറുക്കന്റെ വീട്ടിൽ പോവാ മാരിയമ്മ സുന്ദരിയായിട്ട് പോകണം. ഇന്നത്തേക്കുള്ള കണ്ടന്റ് ഒരു 8:30 ആയപ്പോഴത്തേക്ക് പോകാനുള്ളവരൊക്കെ വന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു. 10-15 പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഷൈനി ചേച്ചി ഷാജേട്ടൻ്റെ ഇളയ പെങ്ങളാണ്. ഷൈനി ചേച്ചി ഉണ്ടായിരുന്നു. ഷൈനി ചേച്ചിയുടെ ഭർത്താവ് ലാലേട്ടനുണ്ടായിരുന്നു. പിന്നെ മാമൻ്റെ മോന് വിഷ്ണു ഉണ്ടായിരുന്നു. സുചേച്ചിയുടെ അമ്മ, ആങ്ങള, നാത്തുമാർ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ 2 വണ്ടിയിലും AC ഇട്ടിരുന്നതുകൊണ്ട് ഞാനതിൽ കയറാൻ എനിക്ക് മടിയായിരുന്നു. കാരണം എത്ര ദൂരമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ തല പൊട്ടി കയറും. അല്ലെ തന്നെ ഈ യാത്രകളെല്ലാം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു വണ്ടിയിൽ എൻ്റെ പ്രയാസം കൊണ്ട് AC ഇടാതെ പോകാമെന്ന് പറഞ്ഞു. അതിൽ ഞാനും ഷാജിയണ്ണനും വണ്ടി ഓടിച്ച ആൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വണ്ടിക്ക് അത് അത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മളീ പോകുന്ന വഴിക്കെല്ലാം റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര പൊടിയാണ്. ഗ്ലാസ് ഓപ്പൺ ചെയ്ത് വണ്ടിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളിലെ പറക്കും തളിക സിനിമ കണ്ടിട്ടില്ലേ, അതേപോലെ വണ്ടിയുടെ കളറേ മാറിപ്പോവും. ഇത് പിന്നെ പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം സമ്മതിച്ച് AC ഇടാതെ അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഇതേ കയറിപ്പോയി. എന്തൊരു പാടാണോ, ഇത്രയും ദൂരം ഉണ്ടെന്നൊന്നും എനിക്ക് ഒരു ഊഹവും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വളരെ അടുത്തായിരിക്കും, അരമണിക്കൂറൊക്കെ കൊണ്ട് അങ്ങ് ചെല്ലുമെന്ന്. ഇതിപ്പം വല്ലാത്ത ദൂരമായിപ്പോയി. അപ്പോൾ എന്തായാലും ഗുളികകളൊക്കെ കഴിച്ചിട്ടും എനിക്ക് ഈ വണ്ടിയിലിരുന്നുള്ള യാത്രകളൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എൻ്റെ പ്രിയങ്ങളെ. അങ്ങനെ എന്താ പറയുന്നത്, കൊല്ലമെത്തി. കൊല്ലത്ത് എന്താ പറയുന്നത്, ഞാൻ എന്നോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. കൊല്ലത്ത് അമ്മയുടെ ചിറ്റപ്പൻ്റെ വീടൊക്കെ അവിടെയാണ്. അങ്ങനെ ഞങ്ങളവിടെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴൊക്കെയോ ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇടയായിട്ടൊന്നും അങ്ങനെയൊന്നും ഇങ്ങോട്ടെങ്ങും വന്നിട്ടേ ഇല്ല. ഈ ശരീരത്തിൻ്റെ ഇടങ്ങേറ് പിടിച്ച അവസ്ഥയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ആസ്വദിക്കാനുണ്ടല്ലേ. എന്തോരം കാഴ്ചകളുണ്ട്. ഒരു പക്ഷേ കടലും കായലും ഒക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കൊല്ലം എത്തി. കൊല്ലം കണ്ടവനില്ലം വേണ്ടാന്നോ അങ്ങനെ എങ്ങാണ്ടൊരു പഴഞ്ചൊല്ലൊക്കെ ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള കാഴ്ചകൾ തന്നെ വളരെ ഭംഗിയേറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വഴിയൊക്കെ ചോദിച്ച് ലൊക്കേഷനൊക്കെ ഇട്ട് ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം നിശ്ചയത്തിന് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. കല്യാണം ഉടനെ ഇല്ലെന്നാണ് അറിവ്. കല്യാണം ഉടനെ ഇല്ല. അപ്പം നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഞാൻ ചെക്കനെയും പെണ്ണിനെയും കൂടെ ഒന്നിച്ച് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഞാൻ വിശാലമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ലേ. അവിടെ തുളസിത്തറയൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീടാണ്. അവിടെ കാര്യങ്ങളൊക്കെ കാരണവന്മാരെല്ലാം കൂടി സംസാരിച്ച് ഇനി ഭക്ഷണം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ സദ്യയായിരുന്നു കേട്ടോ. ചോറും പരിപ്പും പപ്പടവും. അപ്പോൾ അവരൊക്കെ കഴിച്ചു. ഞാനും സുചേച്ചിയും കൂടെ ഇരുന്നത്. സുചേച്ചിയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും. അത് സുചേച്ചി ഒന്നും പറയണ്ട, സുചേച്ചി കാണിക്കുന്ന ഓരോ ആക്ഷൻ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസവും രുചി വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇനി എല്ലാ കറികളും ചോറും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അടപ്രഥമനാണ് കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല രുചിയായിരുന്നു. അതുപോലെ കുറേ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി. പിന്നെ നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ച് മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. എന്നാലും ഞാൻ ആവശ്യത്തിന് കഴിച്ചു കേട്ടോ. നല്ല പായസമായിരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ ഓർക്കും എവിടെ പോയാലും ഭക്ഷണവും തീറ്റയും രുചിയും മാത്രമേ ഉള്ളൂ നോട്ടമെന്ന്. ശരി.
ശരിക്കും അതാണ് എൻ്റെ മെയിൻ ഹോബി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വലിച്ചു വാരിയൊന്നും കഴിക്കണ്ട, പക്ഷേ കഴിക്കുമ്പോൾ രുചിയൊക്കെ നോക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞു, നമ്മളിനിയും പോകാൻ ഇറങ്ങുവാണ്. സുചേച്ചി എല്ലാവരും കൂടി പറഞ്ഞാൽ സാരിയൊക്കെ ഉടുപ്പിച്ചത് കേട്ടോ. പെണ്ണിൻ്റെ അമ്മയാണെന്നൊക്കെ ഉള്ളൊരു പവറൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് സാരി ഉടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നോടും സാരി ഉടുക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് നമുക്ക് ആകെപ്പാടെ ഒരുമാതിരിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുരിദാറിലിങ്ങ് പോരുന്നു. അപ്പം സുചേച്ചി എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ ആ വണ്ടിയിൽ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് ചിലപ്പോൾ അങ്ങ് പോയെന്ന് വരും. ചിലരൊക്കെ വന്ന് ഹരിപ്പാടിറങ്ങി ഷൈനി ചേച്ചിയൊക്കെ അങ്ങോട്ട് പോവുമായിരിക്കും. അപ്പോൾ പിന്നെ സുചേച്ചി എൻ്റെ കൂടെ വന്നു. ഇങ്ങോട്ട് വന്നപ്പം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വണ്ടിയിലെന്നുള്ളത് ഷാജേണിന് ഭയങ്കര ഒരു ഇതായിപ്പോയി, വിഷമമായിപ്പോയി. അതുകൊണ്ട് സുചേച്ചിയെ വിളിച്ച് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. സുചേച്ചി അടുത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇരിച്ച് ഇരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വരും. എനിക്ക് തല പൊട്ടിപ്പൊളക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സുചേച്ചി അടുത്തുള്ളതൊരു ചിരിക്കാനൊരു കാരണമാണ്. അപ്പം വേറെ ഒന്നും അല്ല കേട്ടോ, സുചേച്ചിയുടെ സംസാരത്തിൽ തന്നെ നമുക്ക് ചിരിക്കാനുള്ള, ചുമ്മാ ഓരോ അബദ്ധങ്ങളൊക്കെ പറയാം, അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഓരോന്നും പറയുന്നതല്ല, അത് പറയുന്നതിൽ അങ്ങനെയാണ്, നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളാണ്. അയ്യോ, കടലും കായലും ഒക്കെ എന്തോരം നല്ല കാഴ്ചകളാണ്. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ആസ്വദിച്ച് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കാര്യമാണ്, ഇടങ്ങേറ് പിടിച്ച ഒരു ശരീരത്തിൻ്റെ അവസ്ഥ കാരണം ഒന്നും നടക്കത്തില്ല. പിന്നെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ പാഠവും സയൻസും ഒക്കെ പഠിച്ചിരുന്നതിനകത്തൊക്കെ തെങ്ങ് ഗവേഷണ കേന്ദ്രവും അങ്ങനെയൊക്കെ അന്നൊക്കെ പഠിച്ചതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ആ വണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞൊക്കെ തന്നു കേട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക, മനസ്സിലാക്കാനുള്ള കാര്യങ്ങളോടൊക്കെ ആണല്ലോ. ഇവിടൊക്കെ വന്നാലല്ലേ ഇതൊക്കെ കാണാൻ പറ്റൂ അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്ന് മനസ്സിലാക്കി. പിന്നെ ദേ നമ്മൾ ദാണ്ട് ഇവിടെ വന്ന് ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ ഇവിടെ വണ്ടി നിർത്തിയതാട്ടോ. ഷാജേണ്ണനും സുചേച്ചിയും കൂട്ടുകാരനും നാരങ്ങാ വെള്ളം വാങ്ങിച്ചു കുടിച്ചു. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. എന്നിട്ട് നമ്മളിനി നേരെ അങ്ങ് അയറമ്പത്തോട്ട് പോവാണ്. അവിടുന്ന് നമ്മൾ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് ഉടനെ തന്നെ പോകും. കാരണം അമ്മയ്ക്ക് വയ്യ, മാമിക്ക് പനിയായിട്ട് കിടപ്പാണ്, കുക്കു നെട്ടോട്ട് ഓടുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് നമ്മൾ എളുപ്പം ഇങ്ങ് പോരാൻ ഉള്ള ഓട്ടത്തിലാണ്. അപ്പം സുചേച്ചിയുടെ സാരി നല്ല കളറല്ലേ എൻ്റെ പ്രിയങ്ങളെ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. പുതിയ സാരിയാ, സാരിയൊക്കെ മേടിച്ച്. പിന്നെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഓച്ചിറ അമ്പലവും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു. വണ്ടിയിൽ പോകുമ്പോഴല്ലാതെ ഞാൻ അടുത്തൊന്നും അമ്പലം കണ്ടിട്ടില്ല. അവിടെ അമ്പലമല്ല, ആൽത്തറയാണ്. എന്നാലും അത് അടുത്ത് നിന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്തോരം കടകളൊക്കെയാണ്, എന്തോരം സാധനങ്ങളാണ്. അയ്യോ, ചുമ്മാ കണ്ടുകൊണ്ട് നടക്കാൻ എന്തോരം കാഴ്ചകളാണ്. സാധനങ്ങളൊന്നും വാങ്ങണ്ട, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കി നോക്കി ഇങ്ങനെ നടക്കായിരുന്നു അല്ലേ. അതൊക്കെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ നിറയെ കടകളുള്ളിടത്ത് കുപ്പിവളകളുടെയും ഇതുപോലെ എന്താ പറയുക പലഹാരക്കടകളുടെയും ഒക്കെ വാതുക്കൽ ഇങ്ങനെ വായി നോക്കി നടക്കുന്ന ഒരു രസമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ വാങ്ങിച്ചു കൂട്ടണമെന്നൊന്നുമില്ല, ചുമ്മാ കണ്ട് രസിക്കാനും ഒരു മനസ്സൊക്കെ വേണമല്ലോ. വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കാശുള്ളവർ വാങ്ങിക്കോളും. പിന്നെ എന്താ പറയുന്നത്, ഇതൊക്കെ ഒരുപാട് നല്ല നൊസ്റ്റാൾജിക് ഫീലാണ് ഈ കാഴ്ചകളൊക്കെ അല്ലേ. പണ്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊതിയാണ്, വഴക്കുണ്ടാക്കിയൊക്കെ മേടിപ്പിക്കുമായിരുന്നു ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഇത്ര അടുത്ത് ഇന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വന്ന് ഇവിടെ ഒന്ന് അടുത്തൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ആരോ ഓച്ചിറയുണ്ട്, അവിടെ അമ്പലത്തിലെ ഉത്സവ സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്തോ ചെയ്തിരുന്നു. അപ്പം ആ ആൾ കാണുന്നുണ്ടെങ്കിൽ ഹായ് കേട്ടോ. മറന്നുപോയി, എനിക്ക് തോന്നുന്നു RCC വെച്ച് കണ്ട ആളാണെന്ന് തോന്നുന്നു. അവിടെയാണെന്ന് തോന്നുന്നു താമസം, ഓച്ചിറയാണെന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മളിങ്ങ് എത്തിയേ. ഇനിയിപ്പോൾ എല്ലാവരും നാനാ വഴിക്ക് പോവാണ്. ഞങ്ങൾ ഇറങ്ങുവാണ്. വന്ന് കയറി ഒരു 5 മിനിറ്റ് പോലും നിന്നില്ല, നമ്മൾ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. കാരണം ഇവിടെ ആകെ താറുമാറായ അവസ്ഥയിലാണ്, രണ്ടുപേരും കിടപ്പായതുകൊണ്ട് ഓടിപ്പാഞ്ഞിങ്ങ് പോരണം.
കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾക്ക് കുക്കുവിന് പാടാണ്. അതുകൊണ്ട് നമ്മളിങ്ങ് പോരുക കേട്ടോ. അങ്ങനെ എന്താ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വന്ന ഒരു യാത്രയാണ്. പെട്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത്ര ദൂരം എനിക്ക് വല്ലാത്തൊരു ദൈർഘ്യം തോന്നി ഈ ശരീരത്തിൻ്റെ വയ്യാഴിക കൊണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. വേണ്ട, ഇനി ഞാൻ വരുമ്പോൾ പോട്ടെ എന്ന്. ഞാൻ അവിടെ പോവാൻ. ടാറ്റ. കുറച്ച് നേരം അവിടെ ഇരിക്കുക, നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇനി ക്രിസ്തുമസിന് മുത്ത് വരുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ. അപ്പം നമുക്ക് തിരക്കില്ലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ കുക്കുവോ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഇതിപ്പം തന്നെ വണ്ടിക്കകത്ത് കുത്തിപ്പിടിച്ചിരുന്ന് കാണാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനും എനിക്ക് മടിയാണ് കേട്ടോ. എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അല്ലേ തന്നെ മനുഷ്യൻ ശ്വാസം മുട്ടിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബാക്കിലിരിക്കും വിശാലമായിട്ട്. അതാകുമ്പോൾ കൈയും കാലും നൂത്ത് വേണമെങ്കിൽ ഒന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ എന്നോർത്ത്. അങ്ങനെ ഞാനിങ്ങ് വീട്ടിലെത്തി. ദേ ഒരു ചെമ്പരത്തിയില 2 കളറുള്ള ഒരേ പൂവിൽ 2 കളർ നിൽക്കുന്നുണ്ട്. എൻ്റെ കുറുമ്പി ചെമ്പരത്തിയുടെ കമ്പാണ് കേട്ടോ. പിന്നെ മോനുകുട്ടനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അവിടെ ആയിരുന്നു, കുക്കുവിൻ്റെ അടുക്കലായിരുന്നു. അപ്പോൾ അമ്മ എഴുന്നേറ്റിട്ടില്ല, അമ്മ കിടപ്പാണ് കണ്ടോ. ഞാൻ വന്ന് വീട്ടിൽ ജാനിക്കുട്ടനോട്ട് ഇറങ്ങിപ്പോയില്ല കേട്ടോ. മോനിക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ മോനിക്കുട്ടൻ വണ്ടിയുടെ താക്കോലും ഹെൽമെറ്റും ഒക്കെ എടുത്തോണ്ട് വന്ന് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോരുന്നു. ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയില്ല. പിന്നെ വന്ന് അമ്മയുടെ അടുത്തോട്ട് കയറി. അമ്മയ്ക്ക് തലകറക്കമാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നേ. പിന്നെ കുക്കു വന്ന് ഇടയ്ക്ക് വന്ന് കഞ്ഞിയൊക്കെ ആക്കി കൊടുത്തായിരുന്നു. അതൊക്കെ കുടിച്ചു, അവിടെ കിടക്കുന്നു. എനിക്കാണെങ്കിൽ നിൽക്കാൻ വയ്യായിരുന്നു, ഞാൻ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ. അപ്പോൾ മോനിക്കുട്ടനാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ളതെല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ലേ ഉള്ളു സമയം. ഞാൻ ഒരുക്കുന്നില്ല, ഞാൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. മോനിക്കുട്ടൻ മോനിക്കുട്ടനാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത്. സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ചേക്കുന്നു. ലൈറ്റൊക്കെ ഞാൻ കുത്തി കൊടുക്കാന്ന് പറയും. ബാക്കിയെല്ലാം ഒരുക്കുന്നത് മോനിക്കുട്ടനാട്ടോ. അത് പോയാൽ ഇരിക്കത്തില്ല. എല്ലാവരും മുടിയൊക്കെ വല്ലാതെ കിടക്കും. അപ്പം എല്ലാ വർഷവും നമ്മൾ ട്രീ ഒരുക്കുമ്പോൾ ഞാനും മോനിക്കുട്ടനും മുത്തും ഒക്കെ പോയാണ് ഒരുക്കിക്കൊണ്ടിരുന്നത്. ഈ വർഷം ഞാനും മോനിക്കുട്ടനും മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ട്രീ ഒരുക്കാൻ പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ അവിടെ ഇരുന്ന് കൊടുക്കും, പറഞ്ഞു കൊടുക്കാം, മോനിക്കുട്ടൻ ഒരുക്കും. എന്നിട്ട് പോയി കുളിക്കാം എന്ന് വിചാരിച്ചു. കാരണം പിന്നെ വിയർക്കും വലിയെന്ന് ഓർത്ത് അവൻ്റെ അടുക്കെ ഇരുന്ന് അതെല്ലാം പൊടിയൊക്കെ, അതെല്ലാം എടുക്കുമ്പോൾ വീണ്ടും പൊടിയാവത്തില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. കണ്ടിക്കൊണ്ടോ. പിന്നെ സുചേച്ചി തന്നൊരു സമ്മാനം ഞാൻ കാണിക്കാം. സുചേച്ചി എനിക്കൊരു ടോപ്പ് തന്നെ. നല്ല കളർ. കളർ എനിക്കുണ്ടോ അറിയത്തില്ല, ഇല്ലെന്ന് തോന്നി. സ്ലീവ് ഇത്ര സുചേച്ചിക്ക് തയ്ച്ചതാട്ടോ, അതുകൊണ്ടാണ് സ്ലീവ് ഇത്രയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ബോർഡറും അതേപോലെ ഇങ്ങനെ ഒരു ഇത്. എന്തോ ദൂരോ. അയ്യോ, ഞാൻ വിചാരിച്ചു ഹരിപ്പാട്ടി എന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കൊണ്ട് അങ്ങ് കൊല്ലത്തി ഇല്ലുമെന്നാ വിചാരിച്ചേ. ഭയങ്കര ദൂരമൊക്കെ. അതും റോഡ് പണിയായിട്ട് ഭയങ്കര പൊടിയുടെ കൂടെ. ഞാവുന്ന പണി 18 നോക്കി സുചിച്ച് വരുന്നില്ല, നീ വയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടന്നില്ല. ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതൊക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു സാധനങ്ങളും വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ ലൈറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കണ്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ കത്തത്തില്ല. അതിനകത്ത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ. അത് കത്തുന്നില്ല. ബാക്കിയെല്ലാം നമ്മൾ വെച്ചിരുന്നതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയും ട്രീയിൽ
ഞാനത് വെച്ചു. അതിൻ്റെ എല്ലാം ഇലച്ചിലെല്ലാം റെഡിയാക്കി കൊടുത്തു. ബാക്കിയൊക്കെ മോനുകുട്ടനാണ് ചെയ്തത്. ഞാനവിടെ ലൈറ്റിൻ്റെ കാര്യം മാത്രം മോനുകുട്ടനെ കൊണ്ട് ചെയ്യിച്ചില്ല. എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ കോഡൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. മോനുകുട്ടൻ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തു കേട്ടോ. ചെയ്യണ്ട, ട്രീ ഒരുക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അച്ചാച്ചൻ വന്നിട്ട് ട്രീ ഒരുക്കിയാൽ മതി എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അച്ചാച്ചൻ വരുമ്പോഴത്തേക്ക് കുറേ സമയമാവത്തില്ലേ, കറക്റ്റ് ഡേറ്റ് ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അച്ചാച്ചൻ വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കങ്ങ് ഒരുക്കാം, അച്ചാച്ചൻ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി പരുവത്തിലൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഈ സാധനങ്ങളൊക്കെ വേറെ പല മോഡലിൽ വന്നിരിപ്പുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ എന്തിനാ, ഇതെല്ലാം ഉള്ളപ്പം നമ്മൾ വീണ്ടും വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ട്രീയിൽ നിറയെ അലുക്കുകളിട്ടാലും ട്രീ കാണണ്ടേ. നമ്മളിലെ കല്യാണ പെണ്ണിനെ സ്വർണം കൊണ്ട് മൂടുന്ന പോലെ പെണ്ണിനെ കാണാൻ പറ്റാത്ത പോലെ സ്വർണ്ണമോ. അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. ലൈറ്റെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. പുൽക്കൂടിൻ്റെ മാത്രം നമുക്ക് പോയി. ഇനി അതിനൊരെണ്ണം വാങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, വേറെ ഏതെങ്കിലും മോഡൽ ചെറിയ ലൈറ്റ് വല്ലതും കിട്ടുന്നെങ്കിൽ നമുക്ക് പുൽക്കൂടിൻ്റെ മുകളിൽ വെക്കാം എന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാം ഒന്ന് സെറ്റാക്കി പുൽക്കൂടൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. റെഡി ആക്കിയില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോഴത്തേക്ക് സന്ധ്യയായി. ട്രീയൊക്കെ ഒരുവിധം ഒരുക്കി വെച്ച് കേട്ടോ. പുൽക്കൂട് ഒരുക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് വയ്യ, അമ്മയും കൊണ്ട് ഡോക്ടറെടുക്കെ പോവും. മാമിക്കും പനിയാണ്, രണ്ടുപേരും ഉണ്ട്. കുക്കുവിന് പോകാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനും മോനിക്കുട്ടനോടെ ആശുപത്രിയിൽ പോയിട്ട് വരാം കേട്ടോ. അവരിപ്പോൾ വരും, വണ്ടിയിൽ പോയിട്ട് വരാം. ബാ. വന്ന് OP ടിക്കറ്റ് എടുത്ത് കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കാണിച്ചു. BP കൂടുതലാണ്. അതിന് മെഡിസിൻ കൊടുത്തു, ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. അമ്മയോടെ ഒബ്സർവേഷനിൽ കിടത്തിയേക്കുവാണ്. മാമിയും ഡോക്ടറെ കാണിച്ചു, മെഡിസിനൊക്കെ മേടിച്ചു. നെബുലൈസേഷൻ കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്യുവാണ്. അരമണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. മോനുകുട്ടനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇരുത്തിയേക്കുവാണ് അജിയണ്ണൻ്റെ അടുത്ത്. മാമൻ വെളിയിൽ വണ്ടിയിൽ ഇരിപ്പുണ്ട്. കാഷ്വാലിറ്റി ആയതുകൊണ്ട് നമുക്കധികം ആൾക്കാർക്ക് അവിടെ നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ കുറേ 2 തവണ BP ചെക്ക് ചെയ്തപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുവാണ്. CT ചെയ്യാൻ പറഞ്ഞു. അമ്മയെ CT ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ECG എടുത്തു. ECGക്കകത്ത് നോർമലാണ്, വേരിയേഷനൊന്നുമില്ല. CT ചെയ്താൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാണിക്കാതെ നമുക്ക് അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു 10:15 ആയപ്പം ഷോപ്പ് അടയ്ക്കാറായപ്പം പോയി മോനുകുട്ടനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് പോരുന്നേ. ഇനിയിപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ പ്രിയങ്ങളോട് പറയാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.